പത്രങ്ങളിലെ ക്ലാസിഫൈഡ് കോളം ബ്രോക്കർമാരുടെ ജോലി കുറച്ചിട്ടുണ്ടോ? വാങ്ങുന്നവന് വില കുറച്ചും വിൽക്കുന്നവന് വില കൂട്ടിയും ഒരേ സമയം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ് ബ്രോക്കർ. ഈ വിരുത് ചില ബ്രോക്കർമാർ അവരുടെ നിത്യജീവിതത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പത്തെ ഗാനമേള കംപ്ലീറ്റ് ഇനീഷ്യൽ വെച്ചിട്ടല്ലേ പണ്ട് മുതലേ കംപ്ലീറ്റ് ഇനീഷ്യൽ വെച്ചിട്ടില്ല. മുഹമ്മദ് റാഫിനെ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് റാഫി എങ്ങനെയാ ഓതുനിയാക്കി ഇറക്കുവല്ലേ? അല്ലാണ്ട് ഇനീഷ്യൽ ഓ അല്ല ഓതുനിയാക്കി ഇറക്കുവല്ല. ഇയാളൊരു പണ്ടൊരു ഹോട്ടൽ എടുത്തില്ല ആര്? നമ്മളെ മുഹമ്മദ് റാഫിക്ക. അന്നേരം ഈ ഹോട്ടൽ 2 ഹോട്ടലാ. അതല്ലേ ഓതുനിയാക്കാരൊക്കെ വല്ല നടുക്കായാലും പാടിയ സമരായിട്ട് ഹോട്ടലിൽ വിട്ട് കിസ്മത്ത് പൂട്ടി ആസിന പൂട്ടി 2 പൂട്ടിയില്ലേ? ഹോട്ടലിന്റെ പേരല്ലേ? പിന്നെ അതിന്റെ ഇടക്ക് പറഞ്ഞ ഭയങ്കര വിറ്റൊക്കെ ഉണ്ടായില്ല. ഞാൻ മാപ്പിളപ്പാട്ടിന് പോയിട്ടല്ലോ ഇടക്കിടക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ മാപ്പിളപ്പാട്ടിന് പോയി നോക്കുമ്പോ പുസ്തകം എടുക്കാൻ മറന്നുപോയി. ഓഡിയൻസിന് മനസ്സിലാവാൻ പാടില്ലല്ലോ. ഞാൻ പാടിയില്ലേ, ഒറ്റയാൾക്ക് മനസ്സിലായില്ല. ആദ്യം തന്നെ പാടേണ്ടി തന്നെ പഞ്ചപട്ടാടയണിഞ്ഞ് പരിസരമെങ്ങും ശാന്തി പറന്ന് പരിശോഭിത പലവിധ പുതുമകൾ എന്നതിന്റെ കണ്ട് ഈ പാട്ടാ പാടണ്ടേ. പക്ഷെ ബുക്കെടുക്കാൻ മറന്നല്ലേ ഉടനെ ഞാൻ പാടി പച്ചപ്പട്ടാടയണിഞ്ഞ് പച്ചച്ചട്ട പാടയണിഞ്ഞ് കംപ്ലീറ്റ് ആയി പാടി. പിന്നെ എനിക്ക് നിർത്തുന്നില്ലേ? അതുപോലെ നമ്മളെ പോലത്തെ പണിയെടുത്ത് പഠിക്കടാ. ബ്രോക്കറെ പണി എന്ന് പറഞ്ഞാൽ ഇത്ര ഗുണമുള്ള പണി വേറെ ഇല്ല. എനിക്ക് പാട്ട് പാടി പാടി മരിച്ചാ അതിനേട്ടാ. ഈ ഒരു ബ്രോക്കറെ പണി ഒന്നതിന് പഠിപ്പിച്ചു. അയ്യോ, അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നം. വേറെ ചെറിയ 50 റുപ്യ സാധനം മറച്ചു വെക്കുക. നല്ല പൈസ 300 റുപ്യക്കല്ലേ വെക്കുന്നത്. ഈ ബ്രോക്കറെ പണി ഒന്നെന്നെ പഠിപ്പിച്ച. അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാണ് ഒന്നുമില്ല. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദം? മുട്ടുന്നേ എന്ത് മുട്ടുന്നേ? മൂത്രയിക്കാൻ മുട്ടുന്നേ. എനിക്ക് മൂത്രയിക്കാൻ മുട്ടുന്ന ഞാൻ കേൾക്കുക. അതല്ലേ ഞാൻ ചോദിച്ച കേൾക്കുന്നുണ്ടോ? ഞാനോ പോലീസുകാർ കുടിക്കോ? പിന്നെ അവർക്ക് അതല്ലേ പണി പിടിച്ചു. നീ ആടെ ഒഴിക്കടാണ്. പോലീസുകാർ കംപ്ലീറ്റ് നമുക്ക് പരിചയല്ലേ. നീ എന്തിനാ അങ്ങനെയെല്ലാം പേടിക്കുന്നു? ഇതെന്താ DTS മൂത്രം? അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ അറിയാണ്ട് ഒഴിഞ്ഞു പോയതാ. പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണാടാ മൂത്രയിക്കുന്നത്. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടോടാ? അത് ആദ്യം ഉള്ളത് അങ്ങനെ പോലീസാ. അതെ, ഞാൻ വിചാരിച്ചു കർണാടക ബസിന്റെ കണ്ടക്ടർ. പോലീസുകാരനോടാ നിന്റെ കളി? അല്ല, ഏകദേശം ആയിന് കേട്ടാ. ആശുപത്രി കൊണ്ടുപോകാൻ. പോലീസുകാരനോട് വേണ്ടാത്ത വർത്താനം പറയണ്ടട്ടാ. എവിടെയാടാ നിന്റെ വീട്? ഇവന്റെ വീട്ടിന്റെ ഇപ്പറോ. നിന്റെ വീടാ? ഓന്റെ വീട്ടിന്റെ ഇപ്പറോ. നിങ്ങൾ രണ്ടാളെ വീടിനോടാ? ഈ അപ്പുറം ഇപ്പുറം എവിടെയാടാ? ഒരു വയലിന്റെ നടുക്ക്. വയൽ എവിടെയാ? വീടിന് ചുറ്റും. രണ്ടാളും നിൽക്കുക പ്രശ്നമൊന്നുമല്ലോ. നീ അങ്ങോട്ട് മാറിക്കും. നീ എസ് ചെയ്യാണ്ടടാ. നീ അങ്ങോട്ട് മാറിക്കടാ. അങ്ങോട്ട് മാറിക്കടാ. മാറിക്കടാ. എന്താണ് എന്റെ പേര്? എന്റെ പേര് അലി. നിങ്ങളെ പേര്? പേര് ചോദിക്കാനാ? നീ ആരുടെ എന്താണ് പേര്? എന്റെ പേര് അലി. ബാപ്പാന്റെ പേര്? മമ്മാലി. ബംഗാലി. ആലി കുടുംബം. എന്താണ് നിന്റെ പണി? ഞാൻ ബ്രോക്കർ അല്ലേ. എന്ത് ബ്രോക്കർ? വീട്ടിലെ കമ്പനി സ്ഥലം കച്ചവടാക്കുന്ന ഞാനല്ലേ. പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കണ. പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കണ? മുട്ടുകാലി കയറ്റി ഞാൻ. എന്റെ സ്വഭാവം അറിയില്ല. എന്താണ് നിന്റെ ബാപ്പാന്റെ പണി? ഞാൻ വാപ്പ് തീർച്ചമില്ല. ഏത് തീർച്ചമില്ല? ഇത് കല്ലായി പാലത്തിന്റെ അടിയിൽ. പാലത്തിന്റെ അടിയിൽ വെള്ളല്ലടാ. നിങ്ങൾ എന്തിനാ നടക്കുന്നത്?
തന്നെ. ആ പഴയ ഈർക്കമില്ലേ പഴയ. അവിടെയാണ് നിന്റെ അതെ, വാപ്പ. അതെ. ആ എനക്കത്ര വിശ്വാസമൊന്നും പോരാട്ടെ. പണ്ട് അവിടെ ജനറേറ്റർ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്, ഇപ്പം ജനറേറ്റർ തന്നെയാ. ജനറേറ്റർ ഉണ്ടോന്ന് അറിയില്ല, മുമ്പ് ഒരു അപ്പുറൈറ്റർ ഉണ്ടായിരുന്നു. ഭയങ്കര കോമഡി അല്ലടാ ദീപം നോക്കുമ്പോ. അവനിങ്ങോട്ട് വിടടാ. ദാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. എന്താടാ നിനക്കൊരു ഒരു വല്ലാത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഏ? എന്താടാ ഒന്നുമില്ല. എന്താടാ എന്റെ പേര്? എന്റെ പേരാ ആ മുട്ടി. എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി. അതല്ലടാ, പേര് പറയടാ. പേര് മമ്മൂട്ടി. സിനിമ നടന കണ്ടാ തോന്നുന്നുണ്ടോ? എല്ലാവരും പറയൂ അങ്ങനെ തന്നെയാണ്. അത് ഹൈറ്റ് അല്ലേ നിനക്ക്? നല്ല ഫിഗറല്ലേ? സത്യം പറയടാ, പേരെന്താടാ? പേരാ ആ മമ്മൂട്ടി. ബാപ്പാന്റെ പേരോ? അയമ്പൂട്ടി. തലേതാ അത് കല്ലുമുട്ടി. കല്ലെടുത്ത് മുട്ടിപ്പോന്നില്ല. എന്താടാ നിന്റെ പണി? എന്റെ പണിയാ? ആ എന്റെ പണി ഇങ്ങനെ മാപ്പിള പാട്ട് പാടി നടക്കല്ല. മാപ്പിള പാട്ട് പാടാനാ? അത് അത് നിർത്തി. നീയാ? ആ നിർത്തിക്കൂ. നിന്റെ കോലം കാണുമ്പോ ആരും ഒന്ന് നിർത്തിച്ചു പോവൂ. ആട്ടെ നിനക്ക് എത്ര വയസ്സായി? ഏകദേശം എന്തിനാ പറയടാ വയസ്സ് എത്ര? വയസ്സ് ഏകദേശം എത്ര തോന്നു? പറടാ. ഏകദേശം എത്ര തോന്നു? എത്രയും തോന്നുന്നു. നീ പറയടാ എന്റെ വയസ്സ് എത്രയും? വയസ്സ് 30. 30. നിനക്കാ 30? ആ. നിന്നെ കണ്ടിട്ടൊരു 40 വയസ്സുണ്ടല്ലോ. ആളാണ് 30 മൂട്ടിയെല്ലാം കംപ്ലീറ്റ് നടത്തില്ലടാ. നിനക്ക് വയസ്സ് 30. ആളൊന്നുമല്ല നിന്നെ കണ്ടിട്ട്. 29. അപ്പൊ ഇപ്പൊ 30 തന്നെ. അതൊന്നല്ല, നിന്നെ കണ്ടിട്ടൊരു 40 വയസ്സുണ്ട്. അല്ല 30. 40. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക, വയസ്സ് തൊട്ട് കളിച്ചാൽ ഞാൻ തെറ്റും കേട്ടോ. അതൊന്നല്ല, ഞാൻ പോലീസ് ഒന്നും വരില്ല. 30. ഇനി 40 വയസ്സ് അതാണ് ഞാൻ 30. പറഞ്ഞ 40 എന്ന് പറഞ്ഞാ. വയസ്സ് 30. നീ എത്ര പറഞ്ഞേ? ഞാൻ 30. നിങ്ങളോ? ഞാൻ 40. അല്ലേ? ആ. ഒരു 35 ഉറപ്പിച്ചാണ്. മണി 10 പ്യൂണെന്ന് പറഞ്ഞോടത്തിനുള്ളത് എവിടെ പോയി കിടക്കണം? ഇത് നിങ്ങൾ പരട്ടവൻ. ഇവിടെ താൻ ഈ ഫയലും കൊണ്ട് എന്തിനാണോ വീട്ടിലേക്ക് പോണത്? അല്ല സാർ, അതൊരു ശീലമായി പോയി, അതുകൊണ്ടാ. എന്തിനാ താൻ ഈ ഫയലും കൊണ്ട് വീട്ടിലേക്ക് പോണേ? എന്തിനാ? അതെന്താ വെച്ചാൽ ഇത് തലക്കടിയിൽ വെച്ചാലേ ഉറക്ക് വരുന്നുണ്ട് സാർ, അതുകൊണ്ടാ. അത് ശരി, ഓഫീസിലെ ഫയല് മൊത്തം തലോനാക്കാൻ വേണ്ടി കൊണ്ടു നടക്കാം അല്ലേ? മണി 10 കഴിഞ്ഞ് പോയി ചായം പരിപാടി പിടിച്ചോ. പ്യൂണെന്ന് പറഞ്ഞ ഇറങ്ങിക്കോളും. വിവരമില്ലാത്ത ഹലോ ഹലോ ഹലോ, ഇത് കോട്ടക്കൽ ബ്രാഞ്ച് അല്ലേ? അതെ കോട്ടക്കൽ ബ്രാഞ്ചാണ്. ആ, ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് പ്രഭാകരനാണ്. മിസ്റ്റർ സദാശിവൻ? അതെ അതെ അതെ, സദാശിവൻ. എന്തൊക്കെയുണ്ട് പ്രഭാകര വിശേഷം? ആ, സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, സുഖമായിട്ട് പോകുന്നു. അതെ, ആ. പിന്നെ ഞാൻ വിളിച്ചതേ, ആ. നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. വൺ മിസ്റ്റർ ഗണേഷ് കുമാർ. ഇങ്ങോട്ടോ? ആ, ഗണേഷ് കുമാർ അല്ലേ? Yes, yes, yes. അല്ല, ആളെങ്ങനെ വല്ല കുഴപ്പക്കാരനൊക്കെ ആണോ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബെറ്റ്. ബെറ്റോ? അതെ 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 എന്ത് പറ്റി? അതെ, ആ. അയാൾ എന്ത് പറഞ്ഞാലും ബെറ്റ് വെക്കും. ആഹാ. പിന്നെ അയാളുടെ മറ്റൊരു പ്രത്യേകത, ഇതുവരെ അയാൾ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് ബെറ്റ് വെച്ചാലും അയാളെ ജയിക്കുള്ളൂ. അത് ശരി, ഇതുവരെ ബെറ്റിൽ തോറ്റിട്ടില്ല. എന്ത് ബെറ്റ് വെച്ചാൽ പുള്ളി തന്നെ ജയിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഓ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പുള്ളി ആരോട് ബെറ്റ് വയ്ക്കോ വയ്ക്കാതിരിക്കോ ജയിക്കോ തോക്കോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ഈ ഓഫീസ് ലാബിന്റെ ഒരു ബെറ്റും നടക്കൂല. അപ്പൊ ഓക്കെ. എന്തായാലും ആള് വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. ബെറ്റ് അത് എന്റെ അടുത്ത്. മേ കമ്മിങ് സാർ? യെസ്, കം ഓൺ, ഗെറ്റ് ഔട്ട്. കടന്നു വരാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ തിരുവല്ല ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഗണേഷ് കുമാർ. അതെ, അതെ. ഓ, എന്നെ അവിടുത്തെ ബ്രാഞ്ചിലെ സദാശിവം വിളിച്ചിരുന്നു. അപ്പോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ അതോ നാളത്തേക്കാണോ? എങ്ങനെയാണ്? ഇന്ന് ചെയ്യാം സാർ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ആ, പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. സമയം പറഞ്ഞാൽ സമയത്ത് വരിക, ഡ്യൂട്ടി പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുക. അല്ലാതെ മറ്റ് ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. മനസ്സിലായോ? ആ, പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ, താൻ എന്തോ ബെറ്റ് വയ്ക്കുമെന്നോ, ബെറ്റ് വെച്ചാൽ താൻ മാത്രമേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. എന്റെ പൊന്ന് സാറ്, എനിക്കങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ അത്? ഓ, മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ ആരായാലും കൊള്ളാം, എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം, ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ട് പോകരുത്. അഥവാ കേട്ടാൽ എന്നെ തനി സ്വഭാവം എന്താ മനസ്സിലാക്കും. സാറേ, ഞാൻ അങ്ങനെ താല്പര്യം കൊണ്ട് വെക്കുന്നതല്ല. ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറു കൊണ്ടെന്ന് പറഞ്ഞ സാർ സമ്മതിക്കും? എന്റെ പുറകിൽ മറകില്ല.
ആര് പറഞ്ഞു മറകില്ലെന്ന്? ഞാൻ പറഞ്ഞു. സാറൊന്ന് നോക്കിക്കേ. എന്റെ പുറകിൽ മറകില്ല. എന്റെ പൊന്ന് സാറാ, സാറിന്റെ പുറകിൽ മറുകുണ്ട്. വെറുതെ ഗണേഷ് കുമാറെ വെറുതെ കളി എടുക്കരുത്. എന്റെ പുറകിൽ മറകില്ല. ഞാനല്ലേ പറഞ്ഞ മറുകുണ്ടെന്ന് പറഞ്ഞു. എന്റെ പുറകിൽ മറകില്ല. ഇല്ല ഇല്ല. സാറിന്റെ പുറകിൽ മറുകുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ബെറ്റണ്ട. എന്റെ പുറകിൽ മറകില്ല എന്നും പറഞ്ഞ് ബെറ്റണ്ട. 5000 രൂപ വെച്ച് എന്താ? ശരി, 5000 രൂപ ഞാനും വെക്കുന്നു. ബെറ്റ് വെച്ചിരിക്കുന്നത് 5000 രൂപ. എന്റെ പുറകിൽ മറകില്ല. 5000 രൂപ വെച്ച്. 5000 രൂപ ബെറ്റ് പറ്റി. ഞാൻ പറയുന്ന മറു ഉണ്ടെന്ന് പറയും. ഞാൻ പറയണ മറകില്ലെന്ന് പറയും. ഞാൻ പറയുന്ന മറു ഉണ്ടെന്ന് പറയും. ഞാൻ പറയണ മറകില്ലെന്ന് പറയും. എന്നാ കാണിക്കുന്ന ഇങ്ങോട്ട്. കിടക്കണ 5000 രൂപ. 5000 രൂപ ഞാൻ കാണിച്ചു തരാം. വെറുതെ ബെറ്റ് വെച്ചെന്നും പറഞ്ഞ എന്റെ മേത്തോട്ട് കയറരുത്. എന്ത് പുറത്ത് പറയണ്ട നോക്കണം. അതാ പറഞ്ഞ ബെറ്റ് വയ്ക്കുമ്പോ സൂക്ഷിച്ച് ബെറ്റ് വെക്കണം. മനസ്സിലായോ ഗണേശ? മനസ്സിലായി. ബെറ്റ് വെക്കാൻ വന്നേക്കണ് ഒരു ഊത്ത ഗണേഷ് കുമാർ. ഇനി ഗണേഷ് കുമാർ അല്ല, സാക്ഷാൽ സിനിമാ നടൻ ഗണേശൻ വന്നാ പോലും എന്നെ ബെറ്റ് വെച്ച് തോപ്പിക്കാണെന്ന് ഒരുത്തരും വിചാരിക്കണ്ട. പിന്നല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂലിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം. ഇതിനും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും വച്ച് കൊടുത്തും കൊണ്ടും ജീവിച്ചിട്ടുള്ളവനായി ഞാൻ. പിന്നെയാണ് ഒരു ഗണേഷ് കുമാർ. ഓളെ അവിടുന്ന്. ഓ, ഇവനെ കുറിച്ച് വാതോരാതെ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല ബ്രാഞ്ചിലെ സദാശിവൻ. പുള്ളിനെ വിളിച്ചിട്ട് ബെറ്റ് വെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? ഹലോ ഹലോ ഹലോ, തിരുവല്ല ബ്രാഞ്ച് അല്ലേ? അതെ. മാനേജർ സദാശിവനുണ്ടോ? അതെ, സദാശിവനാണ്. എടോ സദാശിവ, ഞാൻ കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ്. എടോ, താൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ ഒരാളെ വിട്ടില്ലേ, ഗണേഷ് കുമാർ. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൻ ഭയങ്കര ബെറ്റ് വീരനാണ്, ബെറ്റ് വെച്ച് അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത്. എന്താണോ ഉണ്ടായത്? എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാനും അവനുമായിട്ട് 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച്. എന്ത് ബെറ്റാ വെച്ചത്? എന്ത് ബെറ്റാണെന്നാ? എടോ, ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ എന്നോട് പറയുവാ എന്റെ പുറത്തൊരു മറകണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് 5000 രൂപയുടെ ബെറ്റ് വെച്ച് ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തപ്പോ, ഷർട്ട് ഒഴിച്ച് കോട്ട് ഒഴിച്ചപ്പോ എന്റെ പുറത്ത് മറകില്ല. അങ്ങനെ ആ ബെറ്റ് ഞാൻ ജയിച്ച്. ഷർട്ട് ഊരിയത് എങ്ങനെയാണോ ചതി വന്നത്? എടോ, ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാഞ്ചിലെ മാനേജറുടെ ഷർട്ട് അയപ്പിക്കും പറഞ്ഞ് എന്നോടൊരു 10000 രൂപ വെച്ച് വെച്ചിട്ടാണോ അവൻ അങ്ങോട്ട് വന്നത്. Remix Jugal Bandi.